അസ്സാം വലൈക്കും. അപ്പോൾ ഇന്നത്തെ ഒരു വീഡിയോക്ക് തോനെ സ്പെഷ്യലാണ് കേട്ടോ. തോനെ സ്പെഷ്യൽ വെച്ചാൽ അങ്ങനെയൊക്കെ പറയട്ടാ. അപ്പോൾ എടുക്കാടി നട്ടപ്പാതിരക്ക് മാറ്റി ഒരുങ്ങി പോകണമെന്നല്ല, അതൊക്കെ ഞങ്ങൾക്ക് വയ്യേ പറഞ്ഞുതരാം കേട്ടോ. അപ്പോൾ എന്തായാലും രാത്രിയാണ് ഞങ്ങൾ പോകുന്നത് കേട്ടോ. പിന്നെ വല്ലാതെ പൊട്ടിടിച്ചാനും നിൽക്കണില്ല, ചെറുതായിട്ട് പൗഡറും കൺമഷിയൊക്കെ ഇട്ട് ഒന്ന് ലിഫ്റ്റൊക്കെ ഇട്ടിട്ട് അത്രേ ഉള്ളൂ കേട്ടോ. മാറ്റലൊക്കെ കഴിഞ്ഞ് പിന്നെ ചായ അടിച്ചാൻ പോയിട്ടാ. പൊറാട്ടയും ചിക്കൻ കറിയായിരുന്നു കേട്ടോ. അങ്ങനെ പിന്നെ നമുക്ക് കൂട്ടിനൊരാളും കൂടി വേറെ പുതിയതായിട്ട് വിരുന്നുകാരുണ്ട്. ആരാന്നല്ല, മുത്തുമോനാട്ടാ. അപ്പോൾ ഓനക്ക് ഇതേമാതിരി തിരുവനന്തപുരത്ത് ഒരു ആവശ്യമുണ്ട് കേട്ടോ. അപ്പോൾ അതിന് വേണ്ടി പോകാനാട്ടോ ഓൻ വന്നിരിക്കണത്. അങ്ങനെ ഞങ്ങൾ മൂന്നാളേന്ന് പോയിന്ന് കേട്ടോ. അതായത് ഓൻ്റെ ഇളയനും പെങ്ങളും ഓനും. അങ്ങനെ എന്തായാലും ഞങ്ങൾ മൂന്നാളും കൂടി പോയിട്ടാ. അങ്ങനെ ചായയുടെയൊക്കെ കഴിഞ്ഞിട്ട് പിന്നെ ഞങ്ങൾ മൂന്നാളും സ്കൂട്ടിമ്മേ തന്നെ ഇട്ടാ പോയത്. കാരണം അവിടെ അടുത്ത് തന്നെയാണല്ലോ റെയിൽവേ സ്റ്റേഷൻ. അപ്പോൾ പിന്നെ അങ്ങനെ ഒപ്പം മൂന്നാളും കൂടി പോയി. എന്നിട്ട് ആദ്യം പോകണം മാർക്കറ്റ് കേട്ടോ. കാരണം 10:30ക്കാണ് ട്രെയിൻ. 10 മണിയാകുമ്പോഴത്തേനും എത്തണം കേട്ടോ, ടിക്കറ്റ് എടുക്കണം. അപ്പോൾ പിന്നെ ഞങ്ങളൊരു 9 മണിയൊക്കെ ആയി തുടങ്ങിയപ്പോൾ പെരയിൽ നിന്ന് ഇറങ്ങിയിട്ടാ. ചായയുടെയൊക്കെ കഴിഞ്ഞിട്ട് പിന്നെ രാത്രി നമ്മൾ ട്രെയിനൊന്നും തിന്നൂലല്ലോ. അങ്ങനെ പിന്നെ ട്രെയിനിൽ നിന്ന് ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ ഇങ്ങനെ മുറുക്കാൻ വേണ്ടിയിട്ട് കുറച്ച് ബേക്കറി ഇതൊക്കെ വാങ്ങാൻ വേണ്ടി പോയിട്ടാ. ബേക്കറി വെച്ചാൽ ഒരു നൂഡിൽസിൻ്റെ ചായയുള്ളൊരു ബേക്കറിയും പിന്നെ എനിക്ക് ഓരോ ബിസ്ക്കറ്റ് അതിയാണ് എടുത്തിട്ടാണ്. ലാലു പിന്നെ മെഡിക്കൽ ഷോപ്പിൽ പോയിട്ട് ഛർദിക്കുള്ള ഗുളിക വാങ്ങി. പിന്നെ അതാ കടകളൊക്കെ അടച്ചു തുടങ്ങിയിരിക്കുന്നു. ഷോണൊക്കെ ആയ കാരണം മാർക്കറ്റിൻ്റെ ഉള്ളിലൊക്കെ പൂക്കളൊക്കെ വിൽക്കൽ തുടങ്ങിയിരിക്കുന്നു കേട്ടോ. രാത്രി ആയതുകൊണ്ട് കേട്ടോ വലിയ ക്ലിയർ ഇല്ലാത്ത, കാരണം അവിടെ ലൈറ്റ് ഇല്ല. പിന്നെ ലൈറ്റുള്ള ഭാഗമൊക്കെ ഉണ്ട്, അവിടെ നിന്നോട്ട് ഞാൻ വീഡിയോ എടുത്തില്ല. അങ്ങനെ പിന്നെ എന്തായാലും മാർക്കറ്റിൻ്റെ ഉള്ളിൽ കൂടി തന്നെ റെയിൽവേ സ്റ്റേഷൻ്റെ ഉള്ളിലേക്ക് വന്നിട്ടാ. അപ്പോൾ ഏകദേശമൊക്കെ അങ്ങനെ നല്ല തിരക്കുണ്ട്, പക്ഷെ കടകളൊക്കെ അടച്ച് വരുന്ന ആ ഒരു ടൈമുമാണ്. അങ്ങനെ പിന്നെ എന്തായാലും തിങ്കളാഴ്ച നല്ല തിരക്കല്ലേ കാരണം. അങ്ങനെ പിന്നെ എന്തായാലും ഞങ്ങൾ വണ്ടി നിർത്തിയിടാൻ വേണ്ടി പോവാട്ടാ. കാരണം ഞങ്ങൾ എങ്ങനെ ഇപ്പം ഞങ്ങൾക്ക് പറഞ്ഞു തരാം, തിങ്കളാഴ്ച രാത്രി പോയി ബുധനാഴ്ച 4 മണിക്കാട്ടോ ഞങ്ങൾ നാട്ടിലെത്തിയത്. അപ്പോൾ തിരുവനന്തപുരത്തേക്ക് എന്തിനാണ് പോകണമെന്ന് വെച്ചാൽ ചെറിയൊരു ആവശ്യം ഉണ്ടായിരുന്നു, അതുകൊണ്ട് പോയതാണ്. പിന്നെ ഞങ്ങൾ അവിടെ നിന്ന് കണ്ടില്ല ഒരു ചേച്ചിയും കുട്ടി, ആ ചേച്ചിയും കുട്ടീനായിട്ട് നല്ല പരിചയമായി എന്നിട്ടാ. പിന്നെ ടിക്കറ്റൊക്കെ എടുത്ത് ഞങ്ങൾ രണ്ടാളും മുന്നിൽ പായുണ്ട് കേട്ടോ. അങ്ങനെ പിന്നെ എന്തായാലും മേലെ സ്റ്റെപ്പ് കയറി വന്നപ്പോൾ പകുതി കഴിഞ്ഞു. മേലെ എത്തിയപ്പോൾ ലാലു കാട്ടിപ്പണിയുണ്ടെങ്കിൽ ഞാൻ പൗഡർ മാത്രം ഇട്ടിട്ടുള്ളൂ. എന്നിട്ട് ലാലുവിൻ്റെ മുഖം അരത്തി വെക്കട്ടെ, പൊട്ടി പോരുമെന്ന് പറഞ്ഞിട്ട് എൻ്റെ മുഖത്ത് ഇങ്ങനെ ഇട്ട് വരുന്നത്. അങ്ങനെ ലാലുവിനിട്ട് തല്ലുകൂടി ഇങ്ങോട്ട് ഇങ്ങനെ ഇറങ്ങി വരികയെന്ന് കേട്ടോ. പിന്നെ അവിടെ ഇവിടെയൊക്കെ അതേമാതിരി പൈസക്കൊക്കെ ഇരിക്കുന്ന ആൾക്കാരൊക്കെ ഉണ്ടാവും കേട്ടോ. നമ്മളോ 5 പൈസ കാണാത്ത ടീമേക്കാരൻ അതിലേക്കാരം ഓല് ഇപ്പം നമ്മളോട് പൈസ ചോദിച്ചത്. നമ്മളോ തലയിൽ വെള്ളമൊഴിച്ചും കൊണ്ടേക്കാരട്ടാ പോണ്. അങ്ങനെ പിന്നെ എന്തായാലും ഇവിടുന്നൊക്കെ പോന്ന്. പിന്നെ അടുത്ത കാത്തിരിപ്പ് എന്താ വെച്ചാൽ ട്രെയിനുള്ള കാത്തിരിപ്പ് ചെയ്തിട്ട് പിന്നെ ആ കാണുന്ന താത്താനെ കണ്ടെങ്കിൽ അത് കൊല്ലത്തുള്ളൊരു താത്തയാട്ടാ. അതിന് ഞാൻ അവിടെ പോയിട്ട് അങ്ങനെ പരിചയപ്പെട്ടതാട്ടോ. അങ്ങനെ അതിനെ പരിചയപ്പെട്ട് അതിനായിട്ട് ഇങ്ങനെ വർത്താനം പറഞ്ഞിരിക്കുന്നിട്ടാ. മുത്തുമോനും ലാലും അപ്പുറത്ത് ചെയ്തിട്ടാ, ഞാനും ആ താത്തയും കൂടെ അവിടെ ഇരിക്കുന്നു. അപ്പോൾ അതിൻ്റെ ഇടയിൽ ട്രെയിൻ വന്നപ്പോൾ ഞാൻ വീഡിയോ എടുത്തപ്പോഴാണല്ലോ അത് ചരക്ക് കൊണ്ടുവന്ന ട്രെയിൻ ചെയ്യുന്നിട്ടാ. അപ്പോൾ മുത്തുമോനെ കളിയാക്കിയെന്നിട്ടാ. അങ്ങനെ കാത്തിരുന്ന അടുത്ത ട്രെയിൻ വന്ന്, അതും ഇതേമാതിരി തന്നെ ചരക്ക് കൊണ്ടുപോകുന്ന ട്രെയിൻ. അതിൻ്റെ ഇടയിൽ മറ്റേ വന്ദേമാതരം ട്രെയിനൊക്കെ പോയിന്നിട്ടാ. പക്ഷേ അപ്പം ഞാൻ വീഡിയോ എടുത്തില്ല, എൻ്റെ വിചാരം ഇന്നും ആ ട്രെയിൻ വരുമല്ലോ വെച്ചിട്ടേന്ന്. പിന്നെ എൻ്റെ ശേഷം ആ ട്രെയിൻ വന്നിട്ടില്ല കേട്ടാ. അങ്ങനെ പിന്നെ ലാലു ഒറ്റയ്ക്ക് ഇങ്ങനെ ഇരിക്കുന്നത്, ഞാൻ മുത്തുമോൻ അവിടെ ഇങ്ങനെ തെണ്ടി നടക്കുന്നുണ്ട്. അപ്പോൾ ലാലുവിനെ പേടിപ്പിച്ചാൻ വന്നതാണ് ഞാൻ. അപ്പോൾ മുത്തുമോൻ ലാലുവിനോട് വിളിച്ചിട്ട് ലാലുവിനോട് പറഞ്ഞിട്ടാ. അങ്ങനെ ഓരോന്ന് വികൃതിയും കാട്ടി ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങനെ നടക്കുന്നുണ്ട്. കാരണം 10:30 ട്രെയിൻ വരുള്ളൂ. അത്രയും ടൈം നമ്മൾ അതിൻ്റെ ഉള്ളിൽ ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കില്ല. ഞങ്ങൾ 9:30 9:45 ആയപ്പോഴത്തേനും ഇതിനുള്ളിൽ കയറിയിരിക്കണം കേട്ടോ. അങ്ങനെ പിന്നെ എന്തായാലും ആ താത്താനായിട്ട് അങ്ങനെ വർത്താനം പറഞ്ഞിട്ടില്ല. എന്നോട് എനിക്കൊരു യൂട്യൂബ് ചാനലുണ്ട് എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞിട്ടാ. അപ്പോൾ എന്തുണ്ടായി ചില താത്ത ഇങ്ങനെ കമ്പനി ആയപ്പോൾ താത്തേനോട് നമ്പർ ചോദിച്ചിട്ടാ. അപ്പോൾ ഞാൻ ഇങ്ങനെ നമ്പർ കൊടുത്ത്. പിന്നെ അതേമാതിരി ഞാൻ പറഞ്ഞു ഇങ്ങനെ ഒരു യൂട്യൂബ് ചാനൽ ഉണ്ട് എന്നൊക്കെ പറഞ്ഞപ്പോൾ എന്താണെന്നൊക്കെ ചോദിച്ചപ്പോൾ ഞാൻ പറഞ്ഞു ഞങ്ങൾക്ക് അടിച്ചു തരാനായിട്ട് ഞാൻ തന്നെ എൻ്റെ യൂട്യൂബ് ചാനൽ അതിൻ്റെ ഫോണിൽ ഇങ്ങനെ അടിച്ചെടുത്തിട്ട് ഞാൻ തന്നെ സബ്സ്ക്രൈബ് ചെയ്ത് വെക്കാട്ടാ. അപ്പോൾ അതിൻ്റെ ഫോണിൽ ഇങ്ങനെ അടിച്ചുള്ള തിരക്കട്ടത്. അപ്പോൾ എന്തായാലും അങ്ങനെ ഒരാളെ കിട്ടിയിട്ടാ അന്ന്. അങ്ങനെ എല്ലാവരെ കൊണ്ടൊന്നും ചെയ്യിച്ചില്ല കേട്ടോ. അത് താത്താനായിട്ട് അത്രയും കമ്പനി ചെയ്യുന്നിട്ടാ. അപ്പോൾ അതിൻ്റെ മോളെ എന്നാട്ടോ വിളിച്ചിട്ട്. കൊല്ലംകാരല്ല, നല്ല നല്ല രസമുള്ള വർത്താനം കേട്ടോ. ഞാൻ പറയുന്നത് ചിലത് അതിന് മനസ്സിലാവും, ചിലത് അതിന് മനസ്സിലാവില്ല. അതും പറയുന്നത് എനിക്കും അങ്ങനെ തന്നെ, ചിലത് മനസ്സിലാവും ചിലത് മനസ്സിലാവില്ല. അങ്ങനെ എന്തായാലും വർത്താനം പറഞ്ഞ് ഞങ്ങൾ 10:30 10:45 ആയി തുടങ്ങിയപ്പോൾ ഞങ്ങൾ ട്രെയിനിന് വന്നിട്ടാ. അപ്പോൾ പിന്നെ എന്താട്ടോ അവസ്ഥ അപ്പോൾ വല്ലാതെ ആരും ഉണ്ടായിരുന്നില്ല. ട്രെയിൻ വന്നപ്പോൾ കൂടെ എവിടുന്നേ വന്നതെന്ന് കണ്ടില്ല കേട്ടോ. പിന്നെ ട്രെയിനിൻ്റെ ഉള്ളിലേക്ക് കയറാനുള്ള പാച്ചിൽ ചെയ്തിട്ടാ. പിന്നെ ലാലു ആദ്യം തന്നെ ഒരു വെള്ളക്കുപ്പിയൊക്കെ കഴിക്കാൻ വാങ്ങി വെച്ചിരുന്നു. കാരണം ഞങ്ങൾ ട്രെയിനിൻ്റെ ഉള്ളിൽ നിന്ന് ഒന്നും വാങ്ങി തിന്നൂലാന്ന് ഉറപ്പിച്ചിട്ടാ പോകണത്. കാരണം 8ൻ്റെ പണി നമുക്ക് കിട്ടും. പിന്നെ ട്രെയിനിൻ്റെ ഉള്ളിലത്തെ ഇങ്ങനെ എന്താ പറയുക ക്ലോസറ്റും കാര്യങ്ങളും കാണണ്ട. ഒരു ദിവസം കോഴിക്കോട്ട് പോയപ്പോൾ ആദ്യമായിട്ടാ ട്രെയിനിൻ്റെ ഉള്ളിൽ ക്ലോസറ്റ് കണ്ടിട്ടില്ല, ഞാൻ കയറിപ്പോയതേ ഓർമ്മയുള്ളൂ. കയറണ്ടിനില്ലാന്നായിട്ടാ കാണാൻ പോയതാണ്, കണ്ടപ്പോൾ തന്നെ ചടച്ച്. പിന്നെ കയറിയപ്പോൾ ഉള്ള അവസ്ഥ പറയും വേണ്ട,
ഒക്കെ അതാ വായ വെട്ടിയിട്ട മാതിരി ഓരോ മുക്കിലും മൂലക്കും കടന്നുറങ്ങണം കേട്ടോ. നമുക്ക് നിൽക്കാൻ പോലുള്ള സ്ഥലമില്ല കേട്ടോ. നമ്മളറിയില്ല എന്താ സൂചി കുത്താൻ സ്ഥലമില്ല എന്നൊക്കെ പറയില്ല. എന്നാൽ മാതിരി സൂചി കുത്താൻ കുത്താനുള്ള സ്ഥലമില്ല കേട്ടോ. അങ്ങോട്ടും ഇങ്ങോട്ടും കുത്തി തിരക്കൊക്കെ ആയിട്ടാണ് കുറേ എത്തിയപ്പോൾ അതാ മുത്തുമോൻ അതാ ആ കമ്പിമ്മയും തൂങ്ങി പിടിച്ച് കടന്നുറങ്ങിയിരിക്കുന്നു കേട്ടോ. പിന്നെ ഇപ്പം ഞങ്ങളപ്പോൾ നോക്കാൻ വന്ന ആളാണ് ഈ ആളത് ഇൻ്റെ അപ്പുറത്ത് ഒരു കമ്പി ഉണ്ടായി പിടിച്ചിട്ട് ഇനിയും പിടിച്ചും കൊണ്ട് നല്ല ഉറക്കാട്ടോ. അങ്ങനെ ഞാൻ പൊട്ടത്തി ഞാനിപ്പം രണ്ടാൾ ഉറങ്ങണം ഇങ്ങനെ നോക്കിയേക്കാം. കാരണം എനിക്ക് ഉറക്കം വരുന്നില്ല. ഈ പല ആൾക്കാരും ഭായിമാരും ഇതൊക്കെ ആയിട്ട് രസമായിട്ടോ സംഭവം. പിന്നെ വെള്ളക്കുപ്പി ഞാൻ മുടിച്ചിരിക്കുന്ന കാര്യങ്ങൾ നോക്കണ്ട കേട്ടോ. കാരണം ഉച്ചയ്ക്ക് ഞാൻ നല്ല കിടന്നുറങ്ങിയിരിക്കണ്. ലാലു കട കഴിഞ്ഞിട്ട് നേരെ ഞങ്ങൾ കൊണ്ട് പോയി നിൽക്കണം. മുത്തുമോൻ അതേമാതിരി തന്നെ ഉച്ചയ്ക്ക് ഉറങ്ങിയിട്ടില്ല. അത് കാരണം രണ്ടാളും അപ്പുറം ഇപ്പുറം തൂങ്ങി നിന്ന് ഉറങ്ങുക കേട്ടോ. ഞാനും രണ്ടാളിങ്ങനെ നോക്കി ഇങ്ങനെ നിൽക്കുകയും ചെയ്യുക. എനിക്കെന്താ പരിപാടി വെച്ചാൽ ട്രെയിനിൻ്റെ ഉള്ളിൽ ഉറങ്ങണവരൊക്കെ ഇങ്ങനെ നോക്കി നിൽക്കട്ടെ. അങ്ങനെ പിന്നെ എന്തായാലും അവിടെ ഇവിടെയൊക്കെ ഇങ്ങനെ നിർത്തും കേട്ടോ. അപ്പം ഒന്ന് സമാധാനമാവും കേട്ടോ. കാരണം ഞങ്ങൾ തിരൂരിൽ നിന്നങ്ങോട്ട് കയറിയിട്ട് എറണാകുളം ഒറ്റ നിൽക്കുകയാണ് കേട്ടോ. അതിൻ്റെ ഇടയിൽ ഇതേമാതിരി സ്റ്റെപ്പിൻ്റെ അവിടെ ഒരു ചക്ക ഇരുന്നത്. അപ്പോൾ ആ ചക്ക നീച്ച ഗ്യാപ്പിൽ ഞാനും ലാലും വേഗം അവിടെ പോയിരുന്നിട്ടാ. അപ്പോൾ എനിക്ക് പേടിയുണ്ട്. അടിയൊക്കെ നോക്കുമ്പോൾ നമുക്ക് തല ചുറ്റും. അപ്പോൾ ഞാൻ കാലിങ്ങനെ പുറത്തേക്ക് ഇട്ടപ്പോൾ ലാലും എന്നെ ചീത്ത അറിയുന്നിട്ടാ. കാലൊക്കെ ഉള്ളിൽ ഇട്ട് പിന്നെ അതേമാതിരി ഓരോ സ്ഥലത്തെത്തുമ്പോൾ കാലിങ്ങനെ എന്താ പറയുക ഭയങ്കര കടച്ചിലേക്കാരം. നമ്മൾ ഈ സ്റ്റെപ്പുമ്പോൾ കാല് വെച്ചുകൊണ്ട് ആ സ്റ്റെപ്പുമ്മേണ് ഇരിക്കണതേ. ഞാൻ ആദ്യം ഇരിക്കൂല എന്ന് പറയുന്നത്. കാരണം ഈ ബാത്റൂമത്തെ മണവും ഒക്കെ ആയിട്ട് ഞാൻ കറുപ്പായിട്ട് ഇങ്ങനെ നിൽക്കുന്നിട്ടാ. പിന്നെ 4 മണിക്കൂറിനടുത്ത് നിന്ന് ഓരോരു ബൈക്കായപ്പോൾ വേഗം സ്റ്റെപ്പ് വെച്ചിട്ട് വേഗം അവിടെ ഇരുന്ന്. അങ്ങനെ പിന്നെ എറണാകുളമൊക്കെ എത്തിയപ്പോൾ കുറേ ആൾക്കാർ ഇറങ്ങിയപ്പോൾ പിന്നെ എനിക്കും ലാലുവിനും സീറ്റ് ഇട്ടിട്ടാ. അപ്പം ഞങ്ങൾ അവിടുന്ന് സ്റ്റെപ്പും കൊണ്ട് നീച്ച് തരുന്നത് മുത്തുമോൻ ഉപ്പാക്ക് ഇട്ടെടുക്കാൻ വേണ്ടി എടുത്തിരുന്ന വീഡിയോ എന്നിട്ടത്. എന്തായാലും അവിടെ എത്തിയപ്പത്തിന് പകുതി ഉറക്കമായി തുടങ്ങിയിരിക്കണം കേട്ടോ. എനിക്ക് വല്ലാതെ ഉറക്കം വരുന്നില്ല. ലാലൊക്കെ ഒന്നുറങ്ങി നീച്ചും. അങ്ങനെ എറണാകുളം കഴിഞ്ഞതിൻ്റെ ശേഷം നല്ലപോലെ ഇരുന്ന് പെയ്ക്കണം കേട്ടോ. മുത്തുമോനക്ക് പിന്നെ അതിൻ്റെ ഇടയിൽ തന്നെ മേലെ ആ കിടക്കുന്നിടത്ത് സീറ്റ് കിട്ടിയിരുന്നു എറണാകുളമൊക്കെ എത്തുന്നതിൻ്റെ മുന്നേ. എനിക്കും ലാലുക്ക് തന്നെയായിരുന്നു കേട്ടോ സീറ്റ് കിട്ടാത്ത. അതിനെന്തായാലും സീറ്റൊക്കെ കിട്ടി. സീറ്റിലൊക്കെ നല്ല അന്തസ്സായിട്ട് കിടന്നുറങ്ങി. രാവിലെ 6 മണിയായപ്പോഴാണ് കേട്ടോ തിരുവനന്തപുരത്തെത്തി. എത്തിയപ്പോഴുള്ള കാഴ്ച ഇട്ടത് എന്ത് തിരക്ക് 6 മണിക്ക് തന്നെ. അത് പിന്നെ പറയണ്ടല്ലോ, നമ്മുടെ നാട്ടിലത്തെ മാതിരിയല്ലല്ലോ, വലിയ അങ്ങാടിയല്ല, പല സ്ഥലത്തുനിന്നും ആൾക്കാർ വരും ഒക്കെ ഉള്ള സംഭവമാണല്ലോ. അങ്ങനെ എന്തായാലും പല സ്ഥലത്തത്തെ ആൾക്കാരും ഒക്കെ ഉണ്ട് കേട്ടോ. അവിടുത്തെ ഓട്ടോറിക്ഷകളൊക്കെ കടന്ന് രസമുണ്ടെന്ന്. അങ്ങനെ പിന്നെ ഞങ്ങളിങ്ങനെ പല്ലും മുഖമൊക്കെ തേച്ചേക്ക് ഒന്ന് ഫ്രഷ് ആവാൻ വേണ്ടി പോയിട്ട്. അപ്പോൾ അവിടെ പോയപ്പോൾ അതേമാതിരി എന്താണ് ട്രെയിനിൽ നിന്ന് വയനാട്ടുകാർ വന്നിക്കണം കേട്ടോ ചേച്ചിമാർ. അങ്ങനെ ഓലായിട്ട് ഞാൻ കമ്പനിയായിട്ട് കുറച്ച് നേരം അവിടെ വർത്താനം പറഞ്ഞു. എല്ലായിടത്തും പോയാലും എനിക്ക് കമ്പനിക്കാരെയൊക്കെ ആയിട്ട് കിട്ടും കേട്ടോ. കാരണം എനിക്ക് വേഗം അതായത് നമ്മളോട് ഇങ്ങനെ പേരൊക്കെ ചോദിച്ച് നിങ്ങൾ എവിടുന്നാ വരുന്നതെന്നൊക്കെ ചോദിച്ചാൽ പിന്നെ ഞാനും അവരോട് അങ്ങനെ വർത്താനം പറഞ്ഞ് ഇവലാണെങ്കിലും അതിൻ്റെ പുറത്ത് കാത്തിക്കുന്നുണ്ട്. ഞാനതൊന്നും നോക്കില്ല. ഞാൻ അറ്റങ്ങായിട്ട് വർത്താനം പറഞ്ഞിട്ട് അങ്ങനെ അവിടെ നിൽക്കുന്നു കേട്ടോ. അതിന് പിന്നെ എന്തായാലും പല്ലുമുറം തേച്ചകളൊക്കെ കഴിഞ്ഞ് ഫ്രഷ് ആയതിന് ശേഷം ഞങ്ങൾ പോകുന്നു. എന്നിട്ട് ഒരു കടയിൽ പോയിട്ട് അതേമാതിരി ഒരു തട്ടുകട മാതിരി ഒരു കട കേട്ടോ. അതിൽ പോയിട്ട് ചായ അടിച്ചാൻ വേണ്ടി പോയിട്ട് ഞാനും വലിയ ആളായിട്ട് മസാല ദോശ എന്ന് പറഞ്ഞിട്ട് ലാലും നൂൽപുട്ടും മുത്തുമോൻ ഇപ്പം എന്താ ഇഡ്ഡലി എന്നിട്ട് അത് നീന്ന് എനിക്കാണ് നേരം മസാല ദോശ വലിയ ആളായി പറയുകയും ചെയ്ത്. പിന്നൊക്കെ പറയേണ്ടിയില്ല എന്നായിട്ടാണ്. കാരണം ഇവിടുന്ന് ഒരു 8:30 ഒക്കെ ടൈമിൽ ഞങ്ങൾ പൊറാട്ട ഒന്ന് പോയതല്ലേ. പിന്നെ അതിൻ്റെ ശേഷം ഒന്നും തിന്നിട്ടില്ല. വെള്ളം കുടിച്ചതെന്നല്ലാതെ ഒന്നും തിന്നിട്ടില്ല കേട്ടോ. വേഗം ബേക്കറി പോലും തിന്നിട്ടുണ്ടായിരുന്നു. കാരണം അത്രയും തിരക്കിന്ന് ഗ്യാസ് കയറുന്നുള്ള പേടിയുണ്ടായിരുന്നു. പകുതി തിന്നിട്ട് പിന്നെ ഞാൻ എൻ്റെ മസാല ദോശ ലാലുവിന് എടുത്തിട്ട് എന്നിട്ട് ലാലുവിൻ്റെ നൂൽപുട്ട് ഞാൻ തിന്ന്. പിന്നെ മുത്തുമോന് പിന്നെ ഇഡ്ഡലി തന്നെ ആയിട്ടായി തിന്നത്. അങ്ങനെ പിന്നെ അവിടുന്ന് പോന്നപ്പോൾ നല്ല രസമുള്ള അമ്പലമൊക്കെ കണ്ടിട്ട്. അതായത് ഇപ്പോൾ എന്തൊക്കെ അമ്പലത്തിൽ എന്തൊക്കെ പരിപാടികളൊക്കെ ആണല്ലോ ഓണക്കായിട്ട്. പിന്നെ ചായയുടെയൊക്കെ കഴിഞ്ഞതിൻ്റെ ശേഷം പിന്നെ ഓർമ്മ വന്നത്. കാരണം തിരിച്ചു പോകാനുള്ള ട്രെയിനിൻ്റെ സമയം നോക്കാൻ മറന്ന്. അങ്ങനെ പിന്നെ ആ സമയം ചോദിച്ചാൻ വേണ്ടി പോയതായിരുന്നു കേട്ടോ. പോയി തിരിച്ച് വരുമ്പോൾ അതാട്ടെ ഞാൻ ആദ്യം കാണിച്ചു നീ അമ്പലം എന്തോ രസമുണ്ടല്ലോ കാണാൻ. അവിടെയൊക്കെ ചുവന്ന പായ്ക്കൊലൊക്കെ ആയിട്ട് തേങ്ങയും പിന്നെ അങ്ങനെയൊക്കെ ആയിട്ട് എന്താ പറയുക നമ്മളെ മല്ലികയൊക്കെ ആയിട്ട് അടിപൊളിയായിട്ട് നല്ല ഡെക്കറേഷൻ ചെയ്തിട്ടുണ്ട് കേട്ടോ ആ ഒരു അമ്പലം. കുറച്ച് നേരം അവിടെ അങ്ങ് നോക്കി നിന്ന്. പിന്നെ ഞങ്ങൾ ഈ ബസ്സിലെടുക്കാൻ പോകുന്നതെന്നല്ലേ കോവളം ബീച്ച് കാണാൻ വേണ്ടി പോയതായിരുന്നു കേട്ടോ. കാരണം ഞങ്ങൾ വന്ന കാര്യമൊക്കെ നടന്നു. എന്നിട്ട് കുറേ ടൈം ഉണ്ടായതുകൊണ്ട് എവിടേക്കെങ്കിലുമൊക്കെ പോകാമെന്നൊക്കെ അങ്ങനെ കറങ്ങാനുള്ള തീരുമാനമായിട്ടാണ്. അങ്ങനെ യൂട്യൂബിലൊക്കെ നോക്കിയപ്പോൾ കോവളം ബീച്ച് ഇവിടെ അടുത്ത് തന്നെയാണ് കേട്ടോ. അപ്പോൾ അങ്ങനെ ബസ്സിന് പോയിട്ട് പിന്നെ അവിടുത്തെ ഓട്ടോറിക്ഷയ്ക്ക് പോകാനുള്ളൂ കേട്ടോ. ബസ്സിന് തോനെ പോകാനൊന്നും ഇല്ല കേട്ടോ. അങ്ങനെ പിന്നെ എന്തായാലും ഞങ്ങൾ കോവളം ബീച്ചൊക്കെ പോണ വഴിക്ക് അതാട്ടോ അവിടെ ഇവിടെയൊക്കെ ആയിട്ട് കടകളുണ്ട് കേട്ടോ. കുറേ കടകൾ അങ്ങനെ തുറന്ന് വരുന്നുള്ളൂ കേട്ടോ. അങ്ങനെ പിന്നെ എന്തായാലും ഞങ്ങൾ ഒരു കട കണ്ടപ്പോൾ ഞാൻ വേഗം അതിൻ്റെ ഉള്ളിൽ കയറി കൂടിയിട്ടാണ്. കാരണം എന്താ വെച്ചാൽ ഇതിന് നല്ല രസമുള്ള ബാഗും ഡ്രസ്സുകളൊക്കെ ഉണ്ട്. എനിക്കാണെങ്കിൽ അത് കണ്ടിട്ട് ബീച്ചൊന്നും കാണണ്ട, എനിക്ക് ഇതിൻ്റെ ഉള്ളിൽ ഇങ്ങനെ ചുറ്റി കറങ്ങി നടന്നാൽ മതിട്ടാ. എൻ്റെ കൂടെ വന്ന 2 ആണുങ്ങൾക്കും ഭ്രാന്തായിരിക്കണം. കാരണം ഞാൻ അതിൻ്റെ ഉള്ളിൽ നിന്ന് ഇറങ്ങി പോരില്ല. ഒരു മുതൽ വേഗമൊന്നുമില്ല. എന്നാലും അതൊന്നും ഇങ്ങോട്ട് എടുത്തിട്ടോ അതൊന്നും അങ്ങോട്ട് വെച്ചിട്ടും അതൊരു രസമാണല്ലോ. അത് പെണ്ണുങ്ങൾക്ക് അതിൻ്റെ രസം എന്താണെന്ന് അറിയുള്ളൂ. കാരണം നോക്കി നിൽക്കാൻ തന്നെ ഒരു പ്രത്യേക രസമാണ് ആ ബാഗുകളൊക്കെ കണ്ടിട്ടേ. പക്ഷെ ബാഗുകളൊക്കെ തീ കൊടുത്ത എന്താ പറയുക തീ പൊള്ളുന്ന വിലയിട്ടാ.
കാരണം എന്താ വെച്ചാൽ അതിന് എത്ര 600 ചില്ലറ 700 ചില്ലറ അങ്ങനെ കേട്ടോ, ചെറുതും വലുതിനൊക്കെ അങ്ങനെ തന്നെ. കാരണം എന്താ വെച്ചാൽ നമ്മൾ കൈയായിട്ടുണ്ടാക്കുന്ന ബാഗുകളാട്ടോ, മറ്റേ മെഷീനിൽ ഉണ്ടാക്കുന്ന ബാഗല്ല, അതുകൊണ്ടാണ്. പിന്നെ അതുമല്ല ഒരു ബാഗൊക്കെ പുറത്തുനിന്ന് ഉണ്ടാക്കിച്ചിട്ട് ഇങ്ങനെ ഇവിടെ വിൽക്കാൻ കൊണ്ടുവരുന്ന സെറ്റപ്പാണ്. പിന്നെ ഡ്രസ്സാളോ ഒരു രക്ഷയില്ല കേട്ടോ. പിന്നെ ഈ ബീച്ച് എങ്ങനെയാ വെച്ചാൽ നമ്മൾ ഗോവ ബീച്ച് ഉണ്ടല്ലോ അതേമാതിരി കേട്ടോ, മദാമാളും അബാമാളും എല്ലാവിധ സംഭവങ്ങളും ഉണ്ടാവും കേട്ടോ അവിടെ. ഇങ്ങനെ ട്രൗസർ ഇട്ടിട്ടുള്ള പെണ്ണുങ്ങളോടും പലവിധ വേഷങ്ങളും കാണാം കേട്ടോ. പക്ഷെ ഞങ്ങൾ രാവിലെ ആയതുകൊണ്ട് ആ കാഴ്ചകളൊക്കെ കാണൽ കുറവേന്ന് കേട്ടോ. ഞാൻ യൂട്യൂബിലൊക്കെ ഇങ്ങനെ കണ്ടിരിക്കണം ഗോവ ബീച്ച് സോറി കോവളം ബീച്ച് ഗോവ ബീച്ച് ലുക്കാണ് എന്നൊക്കെ ഞാനങ്ങനെ കണ്ടിരിക്കണം കേട്ടോ, കുറേ വീഡിയോസുകളൊക്കെ. അതൊക്കെ കണ്ടിട്ടാണ് ഞാൻ ഇതേമാതിരി നമുക്ക് കോവളം ബീച്ച് കാണാൻ പോവാമെന്ന് പറഞ്ഞത് കേട്ടോ. എനിക്ക് പിന്നെ എവിടെ പോയാലും ബീച്ച് ഉണ്ടായിരുന്നാലും ബീച്ച് പോയാൽ തന്നെ എനിക്കെന്തോ സ്വർഗ്ഗം കിട്ടിയ മാതിരി കേട്ടോ. അങ്ങനെ പിന്നെ അവിടെയുള്ള കടകളൊക്കെ കയറി ഇറങ്ങി എന്നിട്ട് എനിക്ക് പണി കയറി ഇറങ്ങലൊക്കെ കണ്ടാൽ തോന്നുന്നു എല്ലാം വേങ്ങി കൂട്ടുന്നു, ഒന്നും വേങ്ങൂല കേട്ടോ. കാരണം എന്താണ് വേഗം നമ്മളെ തല പോവും, അമ്മാതിരി പൈസ കേട്ടോ അതിൻ്റെ ഉള്ളിൽ. പിന്നെ അങ്ങനെ പോരുമ്പോൾ അവിടെ മീൻ പിടിച്ചുന്ന ആൾക്കാരൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. പിന്നെ കുറച്ച് നേരം അവിടെ മേപ്പിട്ട് വയ്ക്കുന്നത്, പിന്നെ അതൊക്കെ കഴിഞ്ഞിട്ട് പിന്നെ ഞങ്ങളിങ്ങനെ എന്താ ടവറിന് എന്തോ പറയുമല്ലോ, പക്ഷെ അവിടെ 5 മണിക്ക് കേട്ടോ തുറക്കുള്ളൂ. ഞങ്ങൾ രാവിലെ തന്നെ പോയ കാരണം അങ്ങോട്ട് പോകാൻ പറ്റൂല കേട്ടോ. പിന്നെ അവിടെ കടൽ നോക്കി നിന്നപ്പോൾ അതാ പോണൊരു സായിപ്പ്. അപ്പോൾ ലാലിനോട് അറിഞ്ഞിച്ച് സായിപ്പിനും മദാമിനെയും കണ്ടിട്ടില്ല എന്നല്ലേ പറഞ്ഞാൽ ആ പോണൊരു സായിപ്പാണ് കേട്ടോ. സായിപ്പ് എല്ലാവരായിട്ടും കമ്പനി കേട്ടോ, എല്ലാവരായിട്ടും വർത്താനം പറഞ്ഞു പോവേന്ന്. അങ്ങനെ സായിപ്പിനൊക്കെ കുറച്ച് നേരം ഇങ്ങനെ നോക്കി നിന്നിട്ട് പിന്നെ ഞാൻ ഇതേമാതിരി നമുക്ക് വീഡിയോ എടുത്തരാൻ ആരും ഇല്ലല്ലോ, പിന്നെ ട്രൈപ്പോഡൊക്കെ ബാഗിലുണ്ട്. ഞാൻ പിന്നെ എവിടേക്ക് പോവുകയാണെങ്കിലും കുട്ടികളെ കൊണ്ടുനടക്കണ മാതിരി ട്രൈപ്പോഡൊക്കെ ആയിട്ട് പോകും കേട്ടോ. പക്ഷെ ബാഗിൽ നിന്ന് എടുക്കാൻ എനിക്ക് മടിയാണ്, 4 ആൾക്കാർ നോക്കി എനിക്ക് മടിയാണ്. അപ്പോൾ ആ ട്രൈപ്പോഡ് കൊടുക്കുന്ന മാതിരി അവിടെ ബാഗിൽ തന്നെ ഇരിക്കുന്നുണ്ട് കേട്ടോ. ഞാൻ എന്നിട്ട് ഇതേമാതിരി ഒരു ഇങ്ങനെ കുത്തി ചാരി വെച്ചിട്ട് ഫോൺ വെച്ചിട്ട് അങ്ങനെ വീഡിയോ എടുക്കുകയാണ് കേട്ടോ. മുത്തുമോനൊന്നും അറിയണില്ല, അവൻ ഫോണിൽ കളിച്ചുന്ന തിരക്കാണ്. കാരണം ഇന്നലെ രാത്രി മുഴുവൻ ഉറങ്ങിയില്ലേ. അപ്പോൾ പിന്നെ അവൻ കത്തം തീർക്കണ തിരക്കാട്ടെ. ഞാൻ വീഡിയോ എടുത്തൊന്നും പറഞ്ഞിട്ടില്ല. പിന്നെ ഞാൻ ഇങ്ങനെ വർത്താനം പറഞ്ഞിടയിൽ നിന്ന് അവിടുന്ന് ആൾക്കാർ വരുന്നുണ്ട് കണ്ടപ്പോൾ വേഗം ഫോൺ എടുക്കാൻ വേണ്ടി മണ്ടിയിട്ടാ. പിന്നെ അതൊക്കെ കഴിഞ്ഞ് കുറച്ച് നേരം അവിടെ ഇങ്ങനെ നോക്കി നിന്നിട്ട് പിന്നെ ഞങ്ങൾ തിരിച്ച് പോകാമെന്ന് പറഞ്ഞിട്ടാ. പിന്നെ പോരാനും തോന്നണില്ല, അവിടുത്തെ വെള്ളം നോക്കി നമ്മളെ നാട്ടിലത്തെ കടലിൻ്റെ മാതിരി ഒന്നും അല്ല, നല്ല തെളി വെള്ളം കേട്ടോ. എന്താ പറയുക, നമ്മൾ ചില്ല് ഒക്കെ പറയില്ല എന്നാൽ മാതിരി കടലൊക്കെ നല്ല നല്ലപോലെ തെളിഞ്ഞ് കാണട്ടെ. പിന്നെ അവിടെ ബോട്ട് സർവീസ് അങ്ങനെ കുറച്ച് സംഭവങ്ങളൊക്കെ ഉണ്ട്, പക്ഷെ അതൊന്നും ഓപ്പൺ ആയിട്ടില്ല കേട്ടോ. കാരണം രാവിലെയാണ് ഞങ്ങൾ പോയത്, അത് കയറട്ടെ. പിന്നെ അവിടെ റൂമും കാര്യങ്ങളും ലോഡ്ജ് അങ്ങനത്തെ സംഭവങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. പിന്നെ അതൊരു കഫ്തേരിയ ആയിട്ട് അതൊക്കെ എന്തോ രസമുണ്ടല്ലേ കാണാനോ, ഒക്കെ ഓപ്പണായി വരുന്നുള്ളൂ. ഞങ്ങൾ അവല് സുബൈക്കാൻ അവിടെ എത്തിയും ചെയ്തിരിക്കണം. നായ അത് അവിടെ ഒരു തലക്ക കളിച്ചിട്ടുണ്ട്, ഇതേമാതിരി ഇതാ കുട്ടികൾ ഇതാ പാത്രങ്ങളൊക്കെ ആയിട്ട് വന്നിട്ട് കളിച്ചിട്ടുണ്ട്. എന്തോ രസമുണ്ട് ആ കുട്ടികളെ കളി കാണാൻ. ഞങ്ങൾ പിന്നെ കുറച്ച് നേരം അങ്ങ് നോക്കി നിന്നിട്ട് ആ കുട്ടികളെ അമ്മയും അച്ഛനൊക്കെ ആയിട്ട് അവിടെ ഫോട്ടോഷൂട്ടിലായിട്ട് ഐറ്റങ്ങൾ ഇവിടെ ഇങ്ങനെ എന്താണ് മണ്ണിൽ കളിച്ചിരിക്കട്ടെ, മണലിൽ കളിച്ചിരിക്കട്ടെ. എനിക്കത് കണ്ടിട്ട് എനിക്ക് പൂതിയൊക്കെ ഉണ്ട്. പിന്നെ അറിയാത്ത നാട്ടുകാരൊക്കെ അല്ലേ, അപ്പോൾ കുറച്ച് നേരം ഒക്കെ നോക്കി നിന്നിട്ട് പിന്നെ ഞാൻ വല്ല കടലിലേക്ക് ഇറങ്ങിയിട്ടാ. മുത്തുമോനും ലാലൊന്നും ഇറങ്ങിയിട്ടില്ല കേട്ടോ. എനിക്കാണെങ്കിൽ വെള്ളം കണ്ടിട്ട് കയറാനും തോന്നില്ല, ദൂരെ തെളി വെള്ളം എന്നാ. നമ്മളെ നാട്ടിലൊന്നും ഇങ്ങനെ കടലിൽ പോയി ഇങ്ങനെ തെളി വെള്ളം കാണൂല കേട്ടോ. അവിടെ നല്ല തെളി നല്ല ഗ്ലാസ് മധുരമുള്ള വെള്ളം കേട്ടോ, നല്ല തണുപ്പും. എനിക്കാണെങ്കിൽ കടലിൽ നിന്ന് കയറി പോരാൻ തോന്നുന്നില്ല, കാരണം നല്ല പച്ച കളർ വെള്ളം കഴിഞ്ഞിട്ടാ. പിന്നെ ഞങ്ങൾ ഓട്ടോറിക്ഷ തന്നെ തിരിച്ചിങ്ങോട്ട് ബസ് എത്തിക്കാൻ വേണ്ടി വന്നിട്ടാ. പിന്നെ അതൊക്കെ കഴിഞ്ഞിട്ട് ബസ് കാത്തിക്കണ തിരക്ക് ചെയ്യുന്നിട്ടാ. തിരക്ക് വെച്ചാൽ അതാണ് റോട്ടിൻ്റെ അവസ്ഥ അതാട്ടാ, ഭയങ്കര ബ്ലോക്കും കാര്യങ്ങളൊക്കെ എന്നിട്ടാ. നല്ല ട്രാഫിക് ഉണ്ടായിരുന്നു അവിടെയൊക്കെ. ഇടയ്ക്കിടയ്ക്ക് ഇതേമാതിരി സ്റ്റക്കാവും വണ്ടി. പിന്നെ പോകുമ്പോൾ നല്ല രസമായിട്ടാ കാണാൻ, അധികം ബൈക്കൊക്കെ കയറട്ടാ. പിന്നെ വെയിൽ ഒരു രക്ഷയില്ല കേട്ടോ. ലാലും പിന്നെ വെള്ളം വാങ്ങാൻ വേണ്ടി പോയത് എന്നിട്ട്, കാരണം ഞങ്ങൾ വാങ്ങുന്ന വെള്ളം കഴിഞ്ഞിരുന്നു. അങ്ങനെ പിന്നെ കുറേ നേരം കാത്തിരുന്ന് ഞങ്ങളെ ബസ്സും വന്നിട്ടാ. പിന്നെ ബസ്സിൽ വലിയ തോന്നുന്ന നേരത്തെ യാത്ര ഒന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ. പിന്നെ ബസ് ഇറങ്ങിയപ്പോൾ ഇതേമാതിരി കുറേ ഇറുക്കിയും ക്ലിപ്പൊക്കെ കണ്ടപ്പോൾ ഒരു ഇറുക്കി വാങ്ങാൻ വേണ്ടി കയറിയത് എന്നിട്ട്. കാരണം ഞാൻ ഷാളിൽ നിന്ന് ഇട്ടിരിക്കുന്നത്, അപ്പോൾ മുടി ആകെ പാറി കളിച്ചിട്ട് ഒരു ഇറുക്കിയൊക്കെ വാങ്ങിയിട്ട്, ഇറുക്കിക്ക് എന്താ 30 റുപ്യ എന്തോ ഉണ്ടായിരുന്നുള്ളൂ കേട്ടോ. പിന്നെ ഒരു ഇറുക്കിയൊക്കെ വാങ്ങി പിന്നെ ഞങ്ങൾ അവിടെ നിന്ന് പോന്നിട്ട്. ബാക്കി വീഡിയോ ഞാൻ നാളെ ഇടാം. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ.